ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ ഞാൻ കാലത്തെ ദോശയാണ് ഉണ്ടാക്കിയത്. പച്ചരി അരച്ചിട്ടുള്ള ദോശ, പച്ചരി മാത്രമായിട്ട് അരക്കുന്ന വെള്ളം കൂട്ടിയിട്ട് അരച്ചിട്ട് ഉപ്പിട്ടിട്ട് കലക്കിയിട്ട് കൂട്ടിയ ദോശ. അപ്പോൾ ദോശയെല്ലാം കൂട്ടി ചായയെല്ലാം കുടിച്ചിതാ പാത്രം കഴുകാനുണ്ട്. അങ്ങനെ പാത്രം സോപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് കൈയിട്ടെടുത്താൽ മതി. ഓരോന്നായിട്ട് കൈയിട്ടെടുക്കുന്നു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ആഡ്സും വീഡിയോസും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇന്ന് ഞായറാഴ്ച ദിവസമല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ട് തന്നെ എണിച്ചത്. സ്കൂളും ഇല്ല, പുള്ള മദ്രസയിലേക്ക് പോയി. പിന്നെ ചായക്ക് തിരക്കില്ലല്ലോ. അല്ലെങ്കിൽ സ്കൂളുള്ള ദിവസം 8 മണിയാകുമ്പോൾ മോൾക്ക് പോകണം, 9-9:15 മോൻ്റെ വണ്ടി വരും. അപ്പോൾ ഒരു തിരക്കോട് തിരക്കായിരിക്കും. അപ്പോൾ ഇന്ന് എല്ലാം ഒരു സമാധാനത്തിൽ എടുക്കുകയാണ്, സ്കൂളില്ലാത്ത ദിവസം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പാത്രങ്ങൾ കഴുകിയിട്ടായിട്ടുണ്ട്. പിന്നെ കോസിയിട്ട് തോർത്തൽ കൊണ്ട് കൗവൽ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഏതാ ചോറും വെച്ച് ഇത് തിളച്ച് വരുന്നുണ്ട്. ഇനി റൈസ് കുക്കറിലേക്ക് വെക്കാം. പിന്നെ ഇന്നത്തെ കറി ചക്കക്കുരുവാണ്. ചക്കക്കുരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചക്കക്കുരു എത്ര ആയാലും കളയല, എല്ലാം എന്തെല്ലാം ആക്കിയിട്ട് കറി വെച്ചിട്ട് കൂട്ടും. ചിലപ്പോൾ ചാറാക്കും, ചിലപ്പോൾ വറവാക്കും, ചിലപ്പോൾ ഉപ്പുത്തണ്ണിയാക്കും. അങ്ങനെയൊക്കെ ആക്കിയിട്ട് ചക്കക്കുരു കളയാതെ കറി വെച്ചിട്ട് കൂട്ടും. അപ്പോൾ ചക്കക്കുരു മുറിച്ചിട്ട് കൈയിട്ടെടുത്തിന്. പിന്നെ അതിലേക്ക് നീരുള്ളി, തക്കാളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയെല്ലാം ഇട്ടിട്ട് 2-3 വിസിലടുപ്പിക്കുന്നുണ്ട്. ചക്കക്കുരു മാങ്ങാക്കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2-3 വിസിലടുപ്പിച്ചിട്ടായിട്ടാണ് മാങ്ങ ഇട്ട് കൊടുക്കുന്നത്. ചക്കക്കുരുവെല്ലാം നല്ല പോലെ വെന്ത് വന്നിന്. പിന്നെ നമുക്ക് അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. നല്ല പച്ച മാങ്ങാണത്. കാണുന്നത് ഒരു മഞ്ഞായിട്ട് കാണുന്നുണ്ട്, പൂത്ത പോലെ. പച്ചയാണ് സംഭവം. പിന്നെ പച്ച മാങ്ങ ഇട്ട് കുറച്ച് നേരം വേവിക്കുന്നു. പച്ചമാങ്ങ അത്ര കുറച്ചല്ലേ വേവുള്ള മാങ്ങക്ക്. അങ്ങനെ ഇതാ ചക്കക്കുരു പച്ചമാങ്ങൻ്റെ കറിയായി. ഇതിലേക്ക് കലമ്പോർന്ന് കൂട്ടണം. അങ്ങനെ കലമ്പോറാനായിട്ട് ഇതാ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത്, എണ്ണ ചൂടായിട്ടാകുമ്പോൾ ഞാൻ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത്. പിന്നെ കറിച്ചപ്പൽ ഇത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിച്ചപ്പൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെന്ത് കളറങ്ങനെ ആയിട്ട് വരുന്നതെന്ന് ഇങ്ങനെ ഇരിക്കേണ്ടത്. ഞാൻ മീന് നല്ല ചെമ്മീൻ പൊരിച്ച എണ്ണ കുറച്ച് ബാക്കിയുണ്ടായിന്. ഞാൻ എണ്ണയിൽ തന്നെ കലമ്പോർന്നിട്ട് കൂട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ കളറായിട്ടുള്ളത്. കുറച്ച് എണ്ണ ബാക്കിയുണ്ട്, അതിനെ കളയണ്ടെന്ന് ഇരിച്ച് അങ്ങനെ കലമ്പോർന്നിട്ട് കൂട്ടി. ഞാനിതാ ചട്ടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കലമ്പോർന്നിട്ട്. ചക്കക്കുരു മാങ്ങാക്കറി പിന്നെ പറയണ്ടല്ലോ, നല്ല എന്തൊരു പാങ്ങുണ്ടായിന്നറിയാം. പിന്നെ ഇന്നലത്തെ കടലക്കറി കുറച്ച് ബാക്കിയുണ്ടായിന്, ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിന്. ഇനി തീർന്നിട്ടില്ല, ഇനി ഉസ്താദിന് വെച്ചത്. പിന്നെ രാത്രിക്ക് കോഴിക്കറി ഉണ്ടാക്കിയില്ല. അപ്പോൾ ഈ ഉച്ചക്കത്തെ കറി ആർക്ക് വേണം, ആർക്കും വേണ്ടത്. അങ്ങനെ ഞാൻ ഫ്രീസറിൽ വെച്ച് കൊടുത്ത്. ഇനിതാ ഇപ്പോൾ ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ കറിയായി. ഇനി അടിക്കണം, തോർത്തണം. മോളടിക്കുന്നുണ്ട്. ഞായറാഴ്ച മോളെ ഡ്യൂട്ടിയാണ് അടിക്കുന്നത്, തോർത്തുന്നല്ലോ. ഞാൻ അടിച്ചിതാ തോർത്തുന്നുണ്ട്.
പിന്നെ തോർത്തിട്ടായി ചോറെല്ലാം വാർത്ത് പിന്നെ കുളി നിസ്കാരം അതൊക്കെ കഴിഞ്ഞ് ചോറ് വയ്ക്കുന്നു. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ആഡ്സ് കണ്ട് പരസ്യവും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.